ഹായ്, ഞാൻ സവിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. അതെ, നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് പൂർണ്ണമായും നിങ്ങൾ കണ്ടിട്ടും വേണം വണ്ടികൾ എടുക്കാൻ പോകാൻ. നമ്മുടെ കേരളത്തിൽ സമീപകാലത്ത് നടന്ന വെള്ളപ്പൊക്കമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ഇപ്പം 2018 സമാനമല്ലെങ്കിലും അത്യാവശ്യം കാര്യമായ രീതിയിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് പല രീതിയിലുമുള്ള യൂസ്ഡ് കാർസ് ചതികൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതിലൊന്നും നിങ്ങൾ പോയി വീഴരുത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല. ഇപ്പം യൂസ്ഡ് കാർ ബിസിനസ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ തന്നെ മുക്കിന് യൂസ്ഡ് കാർ ഷോപ്പുകളുണ്ട്. പക്ഷേ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. എന്നാലും അവരുടെ കൂട്ടത്തിൽ പലരും ചെയ്യുന്ന പരിപാടികളാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോണത്. അപ്പം പ്രത്യേകിച്ച് പറയാണ്, എല്ലാവരെയും ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തണം. ബൈക്കിൻ്റെ വിലയ്ക്ക് കാറ്, അത് കണക്ക് ലക്ഷറി കാർ തുച്ഛമായ വിലയ്ക്ക്, അതുപോലെ തന്നെ ഓൾട്ടോയുടെ വിലയ്ക്ക് ഇന്നോവ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസും റീൽസുകളുമായിട്ട് പലരും നിങ്ങളെ പിറക്കേ ഉണ്ടായിരിക്കും. നിങ്ങൾ ഫോൺ തുറന്ന് നോക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള റീൽസുകളായിരിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, എൻ്റെ കയ്യിലുള്ള തുച്ഛമായ പൈസയ്ക്ക് ഇത്രയും നല്ല വണ്ടി കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചാൽ എന്താ എന്നുള്ളൊരു ചിന്താഗതി വരെ വന്നെന്ന് വരും. അത് അവർ കുഴിക്കുന്ന കുഴിയിലോട്ട് നമ്മൾ പോയി വീഴുന്ന പോലെ ആവും. നമ്മളെ ഈ ഒരു കേരളത്തിലെ കാര്യം മാത്രമല്ല കേട്ടോ ഇത്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ ഫ്ലഡ് വാഹനങ്ങളൊക്കെ എടുത്ത് നന്നാക്കി കേരളത്തിൽ എത്തിച്ച് വിൽക്കുന്ന പല സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ ചില ടീമുകൾ ചോദിക്കും, വണ്ടി നന്നാക്കിയല്ലേ കൊടുക്കുന്നത്, പിന്നെന്താ പ്രശ്നം എന്നുള്ളത്. ശരിയാണ്, ചിലപ്പോൾ നന്നാക്കിയായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും നന്നാക്കുന്നത്? തട്ടിക്കൂട്ടി ആ കിടന്ന സാധനം, വെള്ളം കയറി നാശമായ സാധനം തന്നെ ഏതെങ്കിലും രീതിയിൽ റിപ്പയർ ചെയ്ത് വൃത്തിയാക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ചെയ്ത് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി കാണാൻ നല്ല ഗുമ്പാക്കി മോടി കൂട്ടി സെറ്റപ്പാക്കി വിപണിയിലെത്തിക്കും. ഇങ്ങനെ വിപണിയിൽ ഇറക്കുന്ന വാഹനങ്ങളിൽ പ്രശ്നങ്ങൾ ചിലപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും തലപൊക്കി തുടങ്ങുന്നത്. പൊതുവെ വെള്ളം കയറിയ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഭാഗങ്ങളിലായിരിക്കും. നമ്മൾ വെള്ളമൊക്കെ ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലും ചിലപ്പം കുഴപ്പമില്ല, സ്റ്റാർട്ടാവും, വലിയ കുഴപ്പമില്ല, ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിൽ വരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പം ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും ഇതിൽ യഥാർത്ഥ ഗുരുതര പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുന്നതും അത് വണ്ടിയിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തു തുടങ്ങുന്നതും. കച്ചവടത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന ഫ്ലഡ് വാഹനങ്ങളൊന്നും തന്നെ അവർ പൂർണ്ണമായി എല്ലാ സാധനങ്ങളും മാറി കൃത്യമായിട്ട് സർവീസ് ചെയ്ത് വൃത്തിയാക്കിയൊന്നും ആയിരിക്കത്തില്ല നമ്മളിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അത്യാവശ്യം വൃത്തിയാക്കാനുള്ള രീതിയിലൊക്കെ ഒന്ന് സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കിയായിരിക്കും വിപണിയിലേക്ക് എത്തിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കച്ചവടത്തിലൂടെ കിട്ടാനുള്ള ലാഭം തന്നെയായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോട്ടം. ഇപ്പോൾ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യകളോടുകൂടി വരുന്ന വാഹനങ്ങളിലെ ECM, BCM, അത് കണക്ക് ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾസ്, വയറിങ് ഹാർനസ്, അത്തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ റിപ്പയർ ചെയ്തിടും. കുറച്ച് നാൾ എങ്ങനെയൊക്കെ ഓടണം, അതായത് വിറ്റ് കൊണ്ടുപോയി ഒരു മാസമെങ്കിലും കുഴപ്പമില്ല ഓടണം, പിന്നെ നമ്മളെ വിലയിലാവത്തില്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും പലർക്കും ഉള്ളത്. പക്ഷേ അത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പക്ഷേ തീപിടുത്തത്തിൽ വരെ ആ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ ചെന്നെത്തും. അതുപോലെ ഇത്തരത്തിൽ വെള്ളപ്പൊക്കത്തിലകപ്പെട്ട് ടോട്ടൽ ലോസ് ആയ വാഹനങ്ങൾ വിലയ്ക്ക്, അതായത് വെറും തറ വിലക്കെടുത്ത് നന്നാക്കി വലിയ ലാഭത്തിന് വിപണിയിലെത്തിച്ച് ലാഭം കൊയ്യുന്ന ബിരുദന്മാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ചിലർക്കെങ്കിലും തോന്നും, പിന്നെ ഫ്ലഡായ വണ്ടിയെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയൊക്കെ നമുക്കും അറിയാമെന്നുള്ളത്. പല വീഡിയോസും കണ്ടായിരിക്കും നിങ്ങളും ഇതൊക്കെ പഠിക്കുന്നത്, ഇങ്ങനെ ഫ്ലഡായ വണ്ടികൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ 2018 ആ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം എങ്ങനെ വെള്ളം കയറിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഏത് രീതിയിൽ ഇതൊക്കെ നന്നാക്കി എടുക്കാമെന്നുള്ളത് കച്ചവടക്കാർക്കും അറിയാം. ആ കച്ചവടക്കാർക്ക് വേണ്ടി ഈ ഒരു വണ്ടി നന്നാക്കി കൊടുക്കുന്നവർക്കും അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾക്ക് ഫ്ലഡാണ് എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നുന്ന വാഹനം, അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വെച്ചിട്ട് ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലെ വാഹനങ്ങൾ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓവർ ക്ലീൻ, ഇപ്പം നമ്മളിപ്പം ബെൽറ്റൊക്കെ വലിച്ചു നോക്കുമ്പോഴും പല ഭാഗങ്ങളും ചെക്ക് ചെയ്യുമ്പോഴും മാറ്റിനടി നോക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സംശയിക്കണം. അത് അത്രത്തോളം ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും പെർഫെക്റ്റ് ആവുന്നത്. കാര്യം സാധാരണ ഒരു വാഹനത്തിൽ അത്തരം ഭാഗങ്ങളൊക്കെ പലപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഓവർ ക്ലീൻ, ഭയങ്കരമായിട്ട് അങ്ങ് ക്ലീനാക്കി ഡീപ്പായിട്ട് അടിഭാഗവും വയറിങ്ങിൻ്റെ ഭാഗവും എല്ലാ ഭാഗവും ഭയങ്കര ക്ലീനായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സംശയിക്കണം. അത് ഫ്ലഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഉറപ്പിക്കാനായിട്ട് നല്ലൊരു ടെക്നീഷ്യൻ്റെ സഹായം നിങ്ങൾ നേടണം. ആ ടെക്നീഷ്യൻ നിങ്ങൾക്ക് അത്യാവശ്യം വിശ്വാസമുള്ള ഒരാളും ആയിരിക്കണം. ദയവായിട്ട് നിങ്ങൾ ആരുടെയും വീഡിയോസിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പരസ്യങ്ങളിലൊക്കെയുള്ള പഞ്ചാര വാക്കുകൾ കേട്ടിട്ട് ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഫ്രോഡ് വണ്ടികളിൽ പോയി വീഴരുത്. എല്ലാ കച്ചവടക്കാരും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പല കച്ചവടക്കാരും ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നല്ലൊരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി മാത്രമേ
നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം തിരഞ്ഞെടുക്കാവൂ. അതുപോലെ തന്നെ ഇത്തരത്തിൽ പരസ്യ വീഡിയോസ് ചെയ്യുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഡ് കാർസിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്യുന്ന പ്രിയപ്പെട്ട യൂട്യൂബർമാരോട് കൂടി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വാഹനം ഏത് രീതിയിൽ, ഇപ്പം ഫ്ലഡ് ആണോ ഇടിച്ചതോ പിടിച്ചതോ ഒക്കെ ആണോ എന്നുള്ളത് ഒന്ന് കണ്ടാലെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാലെങ്കിലും ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഗ്രാഹ്യമാക്കി വെച്ചേക്കണം. കാര്യം വെച്ചാൽ നിങ്ങളെ വീഡിയോസ് കണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് ഒരു ചതി പറ്റാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളും ജാഗ്രതയായിട്ട് ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.